വിഘ്നേശ്വര മാതാപിതാ ഗുരുദേവമേ, സർവഭൂതങ്ങളിലും തന്നിലൊടുക്കുന്ന സർവപ്രവർത്തികൾക്കും കാരണഭൂതയായ ദേവി, ഗുരുർബ്രഹ്മോ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ ശ്രീ ഗുരുവേ നമ ഗുരുവേ നമ ഗുരുവേ നമ. ഗുരുവേ സർവലോകാനാം ഭിഷേ ഭവരോഗിനാം നിധേ സവിജ്ഞാനം ദക്ഷിണമൂർത്തിയേ നമ ദക്ഷിണമൂർത്തിയേ ദക്ഷിണമൂർത്തിയേ നമ. ശിവം ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തം ശിവഗീത പ്രണതാരം പ്രണതോസ്മി സദാശിവം. ശിവായ മഹേശ്വരാവിദാ വിഷ്ണുവേ നമ പിതാമഹായ നമ സംസാരവൈദ്യായ നമ സർവജ്ഞായ നമ പരമാത്മേ നമ ശരണാഗതേ നമ. നമ സൂര്യായ സ്വാമായ മംഗളായ ബുധായ ഗുരുശുഖം ഹേതുവേ നമ ശിവാ നമ ശിവാ നമ ശിവം നമ ശിവാ നമ ശിവാ നമ ശിവാ നമ ശിവാ നമ ശിവാ നമ ശിവായ നമ ശിവാ നമ ശിവാ നമ ശിവാ നമ ശിവ. എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും സദ്വചനാമൃതാന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉറക്കമില്ലായ്മയും അതിനോടനുബന്ധിച്ചുള്ള പാർശ്വഫലങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കമില്ലാതാകുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉറക്കമില്ലാതാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ കൺട്രോൾ നമ്മൾക്ക് വല്ലാത്ത രീതിയിൽ നമ്മൾ ചിന്തിച്ചു പോകും. അതേ കാട് കയറി ചിന്തിക്കാമെന്ന് നമ്മൾ പറയില്ലേ, കാട് കയറി ചിന്തിക്കുമ്പോൾ എന്താവും, നമ്മുടെ തലച്ചോറ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കളിക്കും. ഈ കളിച്ച് എന്താവും, നമുക്ക് ഉറക്കം നഷ്ടപ്പെടും. അത് ഏതെങ്കിലുമൊക്കെ വിഷയമാവാം. ഇപ്പോൾ ആകാശത്തിൽ കൂടി പോണ കപ്പലാവാം, ഭൂമിയിൽ കൂടി പോണ വിമാനമാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ നല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇതൊന്നും നമുക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല, നമുക്ക് ബാധിക്കാത്ത പ്രശ്നങ്ങളാണ് നമ്മൾ പ്രശ്നങ്ങളാക്കി എടുക്കുകയും പ്രശ്നങ്ങളാക്കി ചിന്തിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഉറക്കം നഷ്ടപ്പെടുന്നു. ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അപകടങ്ങൾ എങ്ങനെയാണ് അപകടങ്ങൾ ഉണ്ടാവണേ? നമ്മുടെ ശരീരത്തിൻ്റെ ഇപ്പം നമ്മൾ ഉറക്കം നഷ്ടപ്പെട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരിക, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ദാഹം ഇല്ലാതെ വരിക, അല്ലെങ്കിൽ വിശപ്പില്ല, അങ്ങനെ പല പല പ്രശ്നങ്ങളും വന്നു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ സന്ധി ബന്ധങ്ങളും അങ്ങനെ തകരാറിലാവും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് 5 കോശങ്ങളാണുള്ളത്. ഏതൊക്കെ കോശങ്ങളാണെന്ന് വെച്ചാൽ അന്നമയ കോശം, പ്രാണമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, തേജോമയ കോശം. ഈ 5 കോശങ്ങൾക്ക് 5 ജോലികളുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം ദഹിക്കണമെന്ന് ഈ അന്നമയ കോശം ഉപയോഗിക്കണം. ആ അന്നമയ കോശത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഭക്ഷണം ദഹിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഉറക്കമില്ലാതായി കഴിയുമ്പോൾ ഈ കോശങ്ങളെല്ലാം വർക്ക് ചെയ്യും. പക്ഷേ വർക്ക് ചെയ്യുന്നതെല്ലാം തിരിച്ച് വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ശരീരത്തിൽ സോഡിയം പൊട്ടാസ്യം അങ്ങനെ ഓരോരോ കണ്ടെയ്ൻസ് ഉണ്ട്. ഈ കണ്ടെയ്ൻസിൻ്റെ എല്ലാം അളവ് കുറയുമ്പോൾ എന്താ, നമുക്ക് ഓരോരോ അസുഖങ്ങൾ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കും. കുറേ നാൾ കണ്ടിന്യൂസ് ആയി കഴിയുമ്പോൾ അത് ഏതെങ്കിലും ഒരു അവയവത്തെ നമ്മൾ ഫെയിലായി കഴിയും, പരാജയപ്പെടുത്തി കളയും. അങ്ങനെ പരാജയപ്പെടുത്തി കഴിയുമ്പോൾ അതിപ്പോൾ പറയും കിഡ്നി ഫെയിലായി, അല്ല അത് ഫെയിലായി, ഇത് ഫെയിലായി എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ പരാജയം വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നമ്മൾ തന്നെയാണ് പരാജയപ്പെടുന്നത്. സത്യത്തിൽ എന്താണ്, നമ്മൾ തന്നെയാണ് തന്നെ. ഇപ്പോൾ നമ്മളൊരു സുഖമില്ല, ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എന്താ ചെയ്യുന്നത്? ഡോക്ടർ ചെയ്യുന്ന ചെന്ന് കഴിയുമ്പോഴത്തേന് നമ്മളെങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇത് ചെയ്യാണ്, നമ്മളെ ഇൻസ്പെക്ഷൻ ചെയ്യണം. എങ്ങനെയാണ്, നമ്മളില്ലാത്ത രോഗങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് കണ്ടുപിടിക്കാൻ തുടങ്ങും. അവസാനം നമ്മൾ ആ മരുന്നുകളെല്ലാം കഴിച്ചാൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്താണ്, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു അസുഖമായിട്ട് നമ്മൾ തിരിച്ച് പുറത്തിറങ്ങും ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ അതൊന്നും പാടില്ല. നമ്മൾ എന്താ വേണ്ടത്, നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കണ്ടെയ്നൻസിൽ ഏതാണ് കുറവ് വന്നേക്കണേ. ഇപ്പോൾ സോഡിയം, കാർബൺ, കാൽസ്യം അല്ലെങ്കിൽ ഏതാണ് കുറവ് വന്നേക്കണേ, ആ കുറവായ അംശത്തെയാണ് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ രോഗത്തെ അല്ല ടെസ്റ്റ് ചെയ്യേണ്ടത്. ആ കണ്ടെയ്നൻസ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും ഏതിൻ്റെ പോരായ്മ കൊണ്ടാണ് അത് വരെ. അത് നമ്മളിപ്പോൾ നെറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഇന്ന സംഗതി ഇല്ലെങ്കിൽ ഇന്ന മാതിരിയാവും. ഇന്ന മാതിരിയാവുമ്പോൾ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ബോധം നഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ ഫൈബറിൻ്റെ കംപ്ലയിൻറ്റ് കുറവെന്ന് വെച്ചാൽ എന്താവും, നമ്മുടെ വയറിനകത്തുള്ള എല്ലാ അന്നമയ കോശത്തിലേക്ക് വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. എന്താ കാര്യം, ഫൈബർ വേണം നമുക്ക്. ഫൈബർ ഉണ്ടെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയയായിട്ട് നടക്കുള്ളൂ. അവിടെ എന്താണ്, അഗ്നി വേണം. അഗ്നി എവിടെ നിന്ന് കിട്ടും? അതായത് പഞ്ചഭൂതങ്ങളുടെ സപ്പോർട്ട് വേണം. ആ പഞ്ചഭൂതങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നിരുന്നാൽ പോലും നമ്മൾ ഈ ഫൈബർ ഇല്ലാതായി കഴിയുമ്പോൾ നമ്മുടെ വയറിന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം വരും. ആ ഫൈബറിന് പകരം നമ്മളത് വേറെ എന്തെങ്കിലും ഒരു ഉപാധി ചെയ്യും. ഇപ്പം നമ്മൾ സാധാരണ ലഘുഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ എന്താ, വയർ സുഖം. അപ്പം ഈ ഫൈബർ ഉൾപ്പെടെ, അതുപോലെ കാൽസ്യം, ഫൈബർ, സോഡിയം, പൊട്ടാസ്യം, അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മുടെ ശരീരത്തിൽ ഇഷ്ടം പോലെ വേണം. അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് ഇതെല്ലാം കൃത്യ അളവിലായിരിക്കും നമ്മളെ ജനിപ്പിക്കണേ ഭഗവാൻ. അത് കഴിഞ്ഞ ശേഷം ഇവിടെ വന്ന് നമ്മുടെ ഈ തോന്നിവാസം കൊണ്ടെല്ലാം പോകും. അപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് എന്താവും, നമ്മുടെ ഈ അവയവങ്ങളിലുള്ള വീക്ക്നെസ് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അപകടങ്ങൾ ഉണ്ടാവാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം നമുക്ക് ഉണ്ടാവാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരണങ്ങൾ ഉണ്ടാവാം. അത് മൂന്നാമത്തെ കാര്യം, നമുക്ക് അപക്വമായി സംസാരിക്കുക. അപക്വമായി പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾക്കാർക്ക് എന്താവും, അപക്വമായ സംസാരം വന്നു കഴിയുമ്പോൾ നമ്മളോട് വെറുപ്പ് തോന്നും.
വെറുപ്പ് തോന്നും. സ്വന്തം ബന്ധുക്കൾ പോലും നമ്മളെ വെറുക്കും. കാരണം എന്താ, നമ്മുടെ കുഴപ്പമല്ല, പക്ഷെ നമ്മുടെ ശരീരത്തിൽ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ്റെ അനുസരിച്ചാണ് സംഭവിച്ചേക്കണേ. ഇൻഫർമേഷൻ മോശമായ ഇൻഫർമേഷൻ ആയിരുന്നു. കാരണം നമ്മൾ തലേ ദിവസം കൃത്യമായി കിടന്ന് ഉറങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അനാവശ്യമായ കാര്യം നമുക്ക് ഉറക്കം വന്നില്ല. നമ്മൾ കിടന്നു, പക്ഷെ ഉറങ്ങാൻ വെച്ചാൽ ഉറക്കം വന്നില്ല. ഈ ഉറക്കം വരാത്തതിൻ്റെ പുറത്താണ് ഈ പാർശ്വഫലങ്ങളുടെ. അപ്പോൾ എന്തൊക്കെ ഉണ്ടായി? അപകടം ഉണ്ടായി, അപകടമരണങ്ങൾ ഉണ്ടാവുന്നു, അതിന് അപക്വമായി വാക്കുകൾ സംസാരിക്കുന്നു, നമുക്ക് ദേഷ്യം വരുന്നു, ക്ഷമയില്ലാതാവണു, നമ്മൾ മറ്റുള്ളവർ മോശമായി പ്രവർത്തിക്കുന്നു. ഇതെല്ലാം പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ കുറേ നേരം ഇരുന്ന് മാറിയിരുന്ന് ചിന്തിക്കും, അയ്യോ ഞാൻ ഇന്ന ആളുടെ പെരുമാറി തെറ്റായിപ്പോയി. ആ തെറ്റായി എന്നുള്ള ചിന്ത നമുക്ക് മനസ്സിൽ വരും. പിന്നെ അത് നമ്മുടെ അങ്ങനെ ഒരു കുറ്റബോധം നമ്മുടെ മനസ്സിൽ വരും. ആ കുറ്റബോധം വരുമ്പോൾ അതും മാനസിക ടെൻഷൻ വീണ്ടും ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഉറക്കത്തെ ഉപേക്ഷിക്കരുത്. ഉറക്കത്തെ ഉപേക്ഷിക്കുന്നത് നമ്മൾ ഈ തോന്നിയായ ചിന്തകളൊന്നും കയറ്റരുത്. അതായത് കാടി കയറിയ ചിന്തകളൊന്നും കയറ്റരുത്. നമുക്കിപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ നമ്മൾ ഇന്നത്തെ കർമ്മങ്ങൾ ചെയ്തു, വൈകുന്നേരമായി നമ്മുടെ കർമ്മങ്ങൾ ചുരുങ്ങി. ആ കർമ്മങ്ങളിൽ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ നാളെ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാം. ആ നാളെ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമ്മളൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക, ഇന്ന കർമ്മങ്ങൾ നാളെ ചെയ്യും. അതൊരു ചെക്ക് ലിസ്റ്റായിട്ട് നമ്മൾ കാണണം. ചെക്ക് ലിസ്റ്റായിട്ട് നാളത്തെ നമുക്ക് പല പല കാര്യങ്ങളുണ്ടാവും. അത് നമ്മളത് കാര്യം കഴിഞ്ഞതിന് ശേഷമാണ് ചിന്തിക്കണേ, അയ്യോ മറന്നു പോയല്ലോ. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. മറക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എഴുതി വെക്കണം. ഇപ്പോൾ കുട്ടികൾ പഠിക്കാൻ പോകണില്ലേ, കുട്ടികൾക്ക് തലേ ദിവസം ടീച്ചർ കൊടുക്കുന്നുണ്ട്, ഇന്നത്തെ നാളെ പഠിച്ചുകൊണ്ട് പറഞ്ഞ മക്കളെ അല്ല. അപ്പോൾ പിറ്റേ ദിവസം അപ്പോൾ നമ്മൾ വീട്ടിലുള്ള കാരണവന്മാർക്ക് എന്താ വേണ്ടത്? കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കുട്ടികളുടെ ബുക്ക് വാങ്ങിയിട്ട് അവർ നാളത്തേക്ക് എന്തൊക്കെയാണ് എഴുതി കൊടുത്തേക്കണേ അത് നമ്മുടെ കാരണവന്മാർ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാം, മക്കളെ ഇന്ന മാതിരിയൊക്കെ ഉണ്ട്, അത് നീ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ എന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചോദിക്കണം. ചോദിച്ചതിന് ശേഷം അവർ സ്കൂളിൽ വിടണം. ചോദിച്ചിട്ട് അതിൽ പോരാൻ വേണ്ടി അവർ തല്ലല്ല വേണ്ടത്, അവർക്ക് അതിൻ്റെതായ ഗൈഡൻസ് കൊടുക്കാം, നല്ല വചനം കൊടുക്കാം. നല്ല വചനം വെച്ചാൽ, മക്കളെ നിങ്ങൾ ജയിക്കേണ്ടത്, നിങ്ങൾ വിജയിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങളുടെ ആവശ്യമല്ല. ഞങ്ങളോട് വളർത്താനേ പറഞ്ഞുള്ളൂ, വലുതാവാൻ പറഞ്ഞേക്കുന്നത് നിങ്ങളോടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഭാവി വേണമെങ്കിൽ നിങ്ങൾ പഠിക്കണം മക്കളെ. അല്ലാതെ അച്ഛൻ തല്ലിയാലേ അമ്മയെ പേടിച്ചു എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല എന്ന് കുട്ടികളോട് നല്ല രീതിയിൽ സംസാരിച്ചു കൊടുക്കണം. പിന്നെ കുട്ടികളെ കുറ്റപ്പെടുത്തരുത്, ഒരു കുട്ടിയെ കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. നമ്മളിത് ചെറുപ്പം നടത്തി നോക്കും, നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ തെറ്റുകളെല്ലാം നമ്മുടെ കാരണവന്മാർ കുറ്റപ്പെടുത്തിയും തല്ലിയൊക്കെ ആയിട്ട് വളർത്തിക്കണേ. അതുകൊണ്ടാണ് നമുക്ക് ഈ അബദ്ധം പറ്റിക്കണേ. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ തല്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്, അവരോട് തിരുത്തി കൊടുക്കുക. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഗൈഡ് ചെയ്യുക, അമ്മ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ അച്ഛനും അമ്മയും കൂടി ഒരു നല്ല ബന്ധത്തിൽ വന്നാൽ മാത്രമേ ആ കുടുംബത്തിനൊരു ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അത് അച്ഛൻ ഒരു ഇടത്തോട്ടും അമ്മ വലത്തോട്ടും നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവില്ല. അപ്പോൾ ഐശ്വര്യം കിടത്തുന്നത് അച്ഛനും അമ്മയാണ്. അതിനെന്താ ചെയ്യേണ്ടത്? അച്ഛനും അമ്മയും എപ്പോഴും നല്ല രീതിയിൽ നിൽക്കണം. അവർക്ക് തമ്മിൽ ആന്തരികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മക്കൾ അറിയാതെ സംസാരിക്കണം, മക്കളറിയാതെ കൈകാര്യം ചെയ്യണം. മക്കളറിയാതെ കൈകാര്യം ചെയ്താൽ മാത്രമേ ആ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവുള്ളൂ. പിന്നെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും മക്കളുമായിട്ട് നമ്മൾ പങ്കുവെക്കണം. അപ്പോൾ ചോദിക്കുക, എല്ലാം ചില സാധനങ്ങൾ പങ്കുവെക്കാൻ പറ്റില്ല, എന്താ കാര്യം? അത് അപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് നമ്മൾ ചെയ്യണം. അതാണ് നമ്മുടെ ബുദ്ധി. ആ ബുദ്ധി നമ്മൾ കൃത്യമായിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഏതൊരു കാര്യത്തിൻ്റെ പുറകിലും ശ്രദ്ധ വേണം, വേണ്ടേ? ശ്രദ്ധയില്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പം നമ്മൾ ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് കാല് സ്ലിപ്പായി വീഴുന്നത്, എന്താ കാര്യം? നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാതെ വേറൊരു കാര്യത്തിലേക്കാണ് പോയത്. അത് കാല് സ്ലിപ്പാവാൻ നമ്മൾ ആ പോണ സമയത്ത് ഒന്ന് കയ്യിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാം. ഇന്നിപ്പം മിക്ക സ്ഥലങ്ങളിലും മിക്ക വീടുകളിലും കേൾക്കാം, അയ്യോ വീണു, പൊട്ടി, അതായി ഇതായി, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കണം. എന്താ കാര്യം? ആ ശ്രദ്ധയില്ലാതെ പോവുക. ഈ ശ്രദ്ധ നമുക്ക് കൊണ്ടുവന്നൂടെ? നമ്മുടെ കയ്യിലുള്ള സാധനമല്ലേ ശ്രദ്ധ, അല്ലാതെ വേറെ നമ്മൾ വിലയ്ക്ക് വാങ്ങണമെന്നല്ലോ. അപ്പോൾ ഈ വിലയ്ക്ക് വാങ്ങാത്ത നമ്മുടെ കയ്യിലുള്ളതുമായി ആ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിച്ച് ക്രോഡീകരിച്ച് ആ വിഷയത്തെ തന്നെ ആലോചിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നീ ഒരു അപകടം ഉണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടോ ആ കർമ്മങ്ങളെല്ലാം ഒരേ രീതിയിൽ ഒരേ ചിന്തയോട് ചെയ്യണം. വേറെ ചിന്തകൾ നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. ഇപ്പോൾ ചിലർ പ്രാർത്ഥിക്കണേക്കാം, ദൈവമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോഴേക്കും അവനെന്തായി, അല്ല അവിടെ എന്തായി, അത് എടുത്തോ, കറണ്ട് വന്നോ, വെള്ളം, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. കാരണം അതല്ല വേണ്ടേ. ആ കർമ്മം പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക, അതിൽ മറ്റൊരു കർമ്മം ചെയ്യുക, മറ്റൊരു കർമ്മം ചെയ്യുക. അങ്ങനെ നമ്മൾ ശീലിച്ചു വന്നത് നമ്മുടെ ശീലമാണ് ജീവിതത്തിൽ. ഇപ്പം നിങ്ങളിപ്പോൾ എന്നോട് വേണമെങ്കിൽ ചോദിക്കാം, ചേട്ടൻ ഈ കാലം ഉണർന്ന ആളല്ലേ, ചേട്ടൻ എവിടെ ഉറക്കം പൂർണ്ണമാണെന്ന്. പക്ഷേ നമ്മളെന്താ, ശീലം കൊണ്ട് നമുക്ക് എല്ലാ കാര്യവും പൂർണ്ണമാക്കാൻ പറ്റും. എങ്ങനെയാണ് ശീലം? ഇന്ന് നമ്മളൊരു കാര്യം ചെയ്തു,
5 മിനിറ്റായി. നാളെ ഒരു കാര്യം ചെയ്തു 10 മിനിറ്റായി. മറ്റൊന്നൊരു കാര്യം ചെയ്തു 15 മിനിറ്റായി. അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് അതാണ് ശീലം എന്ന് പറഞ്ഞാൽ. ആ ശീലമുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസമല്ല പല ദിവസങ്ങളും ഉറങ്ങാതിരിക്കാനും പറ്റും. അപ്പോൾ ശീലമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നടും തൂണ്. ആ ശീലത്തിലേക്ക് നമ്മൾ കിടക്കണം. നമ്മൾ പഠിപ്പിക്കേണ്ടതായ ശീലങ്ങൾ മാത്രമേ നമ്മുടെ കുട്ടികളെ ഏറ്റെടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടികളെ പൂർണ്ണമായിട്ടും ഈ ശീലങ്ങൾ പഠിപ്പിക്കണം. അത് നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം, ദുശ്ശീലങ്ങളല്ല. അപ്പോൾ ഇപ്പോൾ ആദ്യമായി കാരണവന്മാർ നേരത്തെ എഴുന്നേൽക്കണം. എന്താ കാരണവന്മാർ നേരത്തെ എഴുന്നേറ്റാലേ കുട്ടികൾ നേരത്തെ എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ കുട്ടികളെ അച്ഛനും അമ്മയും എനിക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ കൃത്യസമയത്ത് പഠിപ്പിക്കണം. ഇനി അതും കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സംബന്ധം, നമ്മുടെ മനോനിയന്ത്രണം വളരെ അത്യന്താപേക്ഷിതമാണ്. എന്താ മനോനിയന്ത്രണം? നമ്മൾ തോന്നിയമാതിരി കുട്ടികളുടെ അടുത്ത് പെരുമാറരുത്. കുട്ടികളും നമ്മളുടെ ബന്ധം മനസ്സിലാക്കിയിട്ട് മാത്രമേ കുട്ടികളുടെ പെരുമാറാവൂ. അതാണ് മനോനിയന്ത്രണം. അത് മറ്റൊരാളോടായാലും മനോനിയന്ത്രണം ചെയ്ത് മാത്രമേ നമ്മൾ പറ്റൂ.